തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രാഫിക് വാർഡൻ അരുണിന്റെ ജോലിയെ CPM കൗൺസിലർ ഇടപെട്ട് കളഞ്ഞതായി പരാതി. വാർഡ് കൗൺസിലർ DR അനിലിനെതിരെയാണ് ആരോപണം. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൗൺസിലറുടെ മകനുമായി ഉണ്ടായ തർക്കമാണ് വൈരാഗ്യത്തിന് കാരണം. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിലെ തർക്കമാണ് തുടക്കം. ആംബുലൻസ് കടന്നുപോകുന്ന വഴിയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചതോടെ താൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് അരുൺ പറയുന്നു. പുള്ളിക്കാരി ഒരുപാട് എന്നെ ഷൗട്ട് ചെയ്തു. നീ ആരാടാ ഇത് പറയാൻ? പിന്നെ ഞാൻ ആരെന്നറിയാമോ? ബാക്കി വണ്ടി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടാ നൈറ്റ് വെച്ച വണ്ടിയാണ്, നൈറ്റ് ഡ്യൂട്ടിക്കാരില്ല, ആംബുലൻസിന് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നെ അവിടെ ഡ്യൂട്ടിക്ക് നിയമിച്ചിരിക്കുന്നത്, വണ്ടി അവിടെ വെക്കരുത്. പുള്ളിക്കാരൻ എന്തോ അല്ലേ എന്നെ പറഞ്ഞു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഓഫീസിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അരുണേ നീ ആയിട്ട് പ്രശ്നം ഉണ്ടായത് അത് ഇവിടുത്തെ കൗൺസിലർ DR അനിലിൻ്റെ മകനാണ്, അത് വിഷയമാവും അരുണേ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വൈകിട്ട് 3 മണിക്ക് തന്നെ എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് മെയിൻ സെക്യൂരിറ്റി ഓഫീസർ സൂപ്രണ്ടിന് കൈമാറി. ഞാൻ വിളിച്ചു ചോദിച്ചു, സാറേ അതെന്താ അങ്ങനെ ചെയ്ത? അത് അരുണെ അവർ വന്ന് ബഹളം ഉണ്ടാക്കി, നിന്നെ പുറത്താക്കണം, അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും അവർ അപായപ്പെടുത്തുമെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഇപ്പം ലേബർ കമ്മീഷനും സൂപ്രണ്ടിനും പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ആവശ്യം ജോലി തിരിച്ചു കിട്ടണം. എനിക്ക് അത് ആ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബവും കഴിഞ്ഞു പോകുന്നത്. ലേബർ കമ്മീഷനിലും പോലീസിലും പരാതി നൽകിയതോടെ കൗൺസിലറും മകനും ഇടപെട്ട് ജോലി നഷ്ടപ്പെടുത്തിയെന്നാണ് അരുണിന്റെ ആരോപണം. വിഷയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ അറിയിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ. അതേസമയം അരുണിനെ പിരിച്ചുവിട്ടില്ലെന്നും രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നുമാണ് DR അനിലിന്റെ വിശദീകരണം. ജനം, തിരുവനന്തപുരം.